ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പോത്തിറച്ചിയാണ്. പോത്തിറച്ചി എങ്ങനെ വയ്ക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ചെറിയ ഉള്ളിയിട്ട് നമ്മൾ കോഴിയാവട്ടെ, അതേപോലെ പിന്നെ ബീഫാവട്ടെ, ഏതാവട്ടെ നമ്മൾ ചെറിയ ഉള്ളിയിട്ട് വയ്ക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. സവാള ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതിരിച്ചിരിക്കും. അതുകൊണ്ട് കൂടുതലും ചെറിയ ഉള്ളിയിട്ട് വയ്ക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അതേപോലെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടില്ല. ഈ മീറ്റിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും സവാളയും ഈ തക്കാളിയുടെയൊക്കെ വെള്ളം അല്ലാതെ, അതിൽ നിന്ന് വരുന്ന ആ ഗ്രേവി അല്ലാതെ ഞാൻ വേറെ ഒരു വെള്ളവും ചേർത്തിട്ടില്ല ഇതിൽ. പോത്തും ബീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. പോത്തെന്ന് പറയണത് എരുമയുടെ ആണിനെയാണ് നമ്മൾ പോത്തെന്ന് പറയണത്. അത് നല്ല തണുപ്പാണ്. മട്ടൻ പോലെ നല്ല തണുപ്പാണ്. മട്ടനും ഇതും നല്ല തണുപ്പാണ്. അതേപോലെ ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്. ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ കുട്ടിയെയാണ് നമ്മൾ ബീഫ് എടുക്കുന്നത്. അത് ചൂടാണ്. കോഴിയുടെ മീറ്റ് പോലെ ചൂടാണത്. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് ഇങ്ങനെയാണ്. നല്ലപോലെ ചെറിയ ഉള്ളിയും തക്കാളിയും, അതേപോലെ പട്ട, ഗ്രാമ്പൂ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിനെല്ലാം കൂടെ നല്ലപോലെ വശക്കിയെടുത്തിട്ട് അതിനെ മിക്സിയിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട്, പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനെ ഈ മീറ്റിലോട്ട് തട്ടും. ഇപ്പോൾ തന്നെ ഞാൻ ആ മീറ്റിൽ ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആ മീറ്റ് കാണുമ്പോൾ അറിയാം. അത് തന്നെ ഞാനൊരു കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു 6-7 ഫിസിൽ ഓൾറെഡി കേൾപ്പിച്ചായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിനെല്ലാം അടിച്ചെടുത്ത് ആ വഴറ്റിയിൽ ചെറിയ ഉള്ളിയൊക്കെ അതൊക്കെ വഴറ്റിയതിന് ശേഷം എന്നിട്ട് അതിന് ശേഷം ഞാൻ അടച്ചു വെച്ചൊരു വീണ്ടും ഒരു 7-8 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം അതിനെ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി ഒരു പോത്തിറച്ചി കറിയായി. നല്ല ടേസ്റ്റായിരുന്നു. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലായിരുന്നു. ഇനി ഞാൻ ഉച്ചയ്ക്ക് കപ്പയും ചോറും രസവുമാണ്. അപ്പം ഞാനത് ചോറും വെച്ച് ഇതും വെച്ചായിരുന്നു, പോത്തും വെച്ചായിരുന്നു. പിന്നെ ഇനി രസവും വയ്ക്കണം, കപ്പയും വയ്ക്കണം. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങളിങ്ങനെയാണോ വയ്ക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.